അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അള്ളാഹുവിലേക്കുള്ള മാർഗമായ സുറാത്തുൽ മുസ്തഖീമിനെ തൊട്ട് നമ്മളെ തടയുന്നതും അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്നതും 4 ശത്രുക്കളാണ്. ഒന്ന് ഇബ്ലീസ്, ദുനിയാവ്, ഹവ അഥവാ തടിയിച്ച ഖൽഖ് സൃഷ്ടികൾ. ഇങ്ങനെ 4 കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് തടയുന്നത്. ഇത് എങ്ങനെ തടയുന്നു എന്നുള്ളത് ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മള് മീൻ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? വലയിട്ടിട്ട് മീൻ പിടിക്കുന്നത്. വലയിട്ട് മീൻ പിടിക്കാൻ നേരത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ കണ്ടുവരുന്നത്, ഒരാൾ വലയുടെ ഒരു തലയും കൊണ്ട് നിൽക്കും, അതിന്റെ മറ്റേ തലയും കൊണ്ട് ഇങ്ങനെ നീട്ടി വലിച്ചുകൊണ്ട് മറ്റൊരാൾ പോയിട്ട് ഇങ്ങനെ ഒരു അർദ്ധവൃത്തം പോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കും. അങ്ങനെ നിന്നിട്ട് ഇപ്പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കടലിലടിക്കും. അടിക്കുമ്പോൾ ഈ മീനെല്ലാം കൂടി വന്നിട്ട് കുറെ മീൻ വന്നിട്ട് ഈ വലയുടെ അകത്ത് കയറും. ഇതാണ് ഈ 4 ആൾക്കാരെ പണി. ഇങ്ങനെ മനസ്സിലാക്കാം നമുക്ക്. അതായത് വലയുടെ ഒരു തല പിടിച്ചു നിൽക്കുന്നത് ദുനിയാവും മറ്റൊരു തല പിടിച്ചു നിൽക്കുന്നത് ഇബ്ലീസും. ഈ വല എന്ന് പറയുന്നത് സൃഷ്ടികളും ഇപ്പുറത്ത് നാട്ടുന്നതാണ് നഫ്സ് എന്ന് പറയുന്ന സാധനം. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും വലിയ ശത്രു, അതായത് നമ്മളെ ഈ ഇബ്ലീസ് എന്താ ചെയ്യുന്നത്? വലയും പിടിച്ച്, വലയുടെ ഒരു തലയും പിടിച്ച് നിൽക്കുന്നു, ദുനിയാവ് മറ്റേ തലയിലുണ്ട്, അതിന്റെ നടുവില് സൃഷ്ടികളാണ്. ഈ സൃഷ്ടികളിലേക്ക് ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളെ നിർബന്ധിക്കുന്നത് ആരാണ്? ആ വലയിലേക്ക് പോയി കുടുങ്ങാൻ നമ്മളെ കാരണമാകുന്നത് ആരാണ്? ഈ നഫ്സ് എന്ന് പറയുന്ന സാധനം. ഈ നഫ്സ് എവിടെയുള്ളത്? അത് നമ്മളിൽ തന്നെയാണ് ഉള്ളത്. എന്ന് വെച്ചാല് നമ്മളിപ്പോ ചിന്തിക്കുന്നതും അതേപോലെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നതും ഇതൊക്കെ എവിടെ നിന്നാ വരുന്നത്? ഇതിന്റെ ഉറവിടം എവിടെയാണ്? നമ്മുടെ സ്വഭാവം എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ കാഴ്ചപ്പാട് എവിടെ നിന്നാണ് വരുന്നത്? നമ്മളെ ഈ നഫ്സിൽ നിന്നാണ് വരുന്നത്. എല്ലാത്തിന്റെയും ഉറവിടം ഈ നമ്മളെ നഫ്സാണ്. അപ്പൊ ഈ നഫ്സ്, നഫ്സിന്റെ കാഴ്ചപ്പാടുകൾ, നഫ്സിന്റെ പക്വത, പാകത, അതിനനുസരിച്ചിട്ടാണ് നമ്മളെ കാഴ്ചപ്പാടും ഉണ്ടാവുക. നമ്മളെ അറിവും പ്രവർത്തനങ്ങളും ഒക്കെ ആ നഫ്സിനനുസരിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ആ നഫ്സ് എങ്ങോട്ടാണോ വലിക്കുന്നത് അങ്ങോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പോവുക. അതുകൊണ്ടാണ് നഫ്സിന് എതിര് പ്രവർത്തിക്കണം എന്ന് പറയുന്നത്. ഖുർആനിൽ തന്നെ ധാരാളം സ്ഥലത്ത് പറയുന്നുണ്ട്, നഫ്സിനെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വഴിപ്പെടരുത്, നഫ്സിനെ പിൻപറ്റരുത് എന്ന് പറയുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാമിനോടക്കം ഖുർആൻ പറഞ്ഞത് നഫ്സിനെ പിന്തുടരരുത്, പിന്തുടർന്നാൽ വഴി പിഴച്ചു പോകും എന്ന് പറഞ്ഞ ഖുർആനിൽ തന്നെ കാണാം. അതേപോലെ തന്നെ നഫ്സിനെ സംബന്ധിച്ച് വളരെയധികം താക്കീത്. ഈ നഫ്സിനെ ശുദ്ധീകരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, അതിനെ മലീമസമാക്കിയാൽ പരാജയപ്പെട്ടു. നഫ്സിന്റെ വിഷയത്തിലാണ് ജയപരാജയങ്ങളെ പോലും ഖുർആൻ നിർണ്ണയിക്കുന്നത്. എങ്ങനെ? നഫ്സിന്റെ അടിസ്ഥാനത്തിലാണ്. നഫ്സിനെ ശുദ്ധീകരിച്ചാൽ അവൻ രക്ഷപ്പെട്ടു, നഫ്സിനെ മലീമസമാക്കിയാൽ അവൻ പരാജയപ്പെട്ടു. ഇങ്ങനെയാണ് ഖുർആൻ പോലും മനുഷ്യന്റെ ജയപരാജയങ്ങളെ വേർതിരിക്കുന്നത്. അതായത് നഫ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മളുടെ കാഴ്ചപ്പാട് ശരിയാവണം എന്നുണ്ടെങ്കിൽ, ഇപ്പോ ചില ആൾക്കാർ വിളിച്ചിട്ട് പറയും, ഉസ്താദെ ഭർത്താവ് തീരെ ശരിയല്ല, തീരെ സ്നേഹമില്ല, അല്ലെങ്കിൽ മറ്റു ഭാര്യ ഭയങ്കര പറയുന്നൊന്നും കേൾക്കുന്നില്ല, മോശപ്പെട്ട വാക്കുകൾ പറയുന്നു, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അതേപോലെ കുട്ടികളെ കുറിച്ചും ഇങ്ങനെയൊക്കെ ധാരാളം പരാതികളും പരിഭവങ്ങളും, അതേപോലെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ കാണാൻ വേണ്ടി, ഓരോരോ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കാണാൻ വേണ്ടി നമ്മൾ നടക്കും. ഡോക്ടർമാരുടെ അടുത്ത് പോയി, ഉസ്താദന്മാരുടെ അടുത്ത് പോയി, വേറെ എവിടെയെങ്കിലും പോയി, അങ്ങനെ ഒക്കെ പോയിട്ട് നമ്മൾ ഓരോ പ്രശ്നം നിരന്തരമായിട്ട്, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നമാണ്. ഇനി ഈ പ്രശ്നത്തിന്റെ സൊല്യൂഷന് വേണ്ടി ഇങ്ങനെ ഓരോരുത്തരെ ആശ്രയിച്ച് ജീവിതകാലം മുഴുവൻ ഇവന് പ്രശ്നം തീരൂല. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മിക്കപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ. സത്യത്തിൽ നമ്മൾ പ്രശ്നമായി കാണുന്ന പലതും യഥാർത്ഥത്തിൽ പ്രശ്നമല്ല. പക്ഷെ അത് നമ്മളെ കാഴ്ചപ്പാടാണ് അതിനെ പ്രശ്നമാക്കി മാറ്റുന്നത്. അതെന്ന് വെച്ചാൽ നഫ്സിന്റെ ഒരു തുടിപ്പാണ്. ഏത്? നഫ്സിന്റെ ഒരു കാഴ്ചപ്പാടും, ഇത് ഇങ്ങനെ ശരിയാവില്ല, ഈ കാര്യം ഇങ്ങനെ ശരിയാവില്ല, അതിന് ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാല്, ഇപ്പോ ഭർത്താവ് ചീത്ത പറയുന്നു, ഭർത്താവിന്റെ സ്വഭാവം ശരിയല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള പരിഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികം. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മള് അതിനുവേണ്ട സൊല്യൂഷൻ കാണണം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ക്ഷമിക്കുക എന്ന് പറയുന്നത്. അതായത് ഇപ്പോ നമ്മളിപ്പോ ഇങ്ങനെ മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹ, മഹദിയുടെ ഭർത്താവ് ഫിരൗന് എന്തോരം കടുപ്പപ്പെട്ട സാധനമായിരുന്നു. മഹദി അവർ അതിൽ ക്ഷമിച്ചു. വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടു. നേരിട്ട് അതൊക്കെ അനുഭവിച്ച് അതിലൊക്കെ ക്ഷമ കാണിച്ചതിന്റെ ഫലം എന്താണ്? സ്വർഗത്തിൽ വെച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇണയാകുന്നു, അല്ലെ? എത്ര വലിയ ഭാഗ്യമാണ്. അപ്പൊ ക്ഷമയുടെ ഫലം എന്ന് പറയുന്നത് അത് വളരെ മധുരമുള്ളതാണ്. അത് നമുക്ക്
ആ ഒരു ഫലം എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ ആ ഫലം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണങ്ങൾ അറിയുക, അല്ലെ? അപ്പോ എന്നാൽ നമ്മൾക്ക് ചില പ്രശ്നങ്ങൾ നമ്മൾ കടന്നു വന്നു, ചില പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നു, ചില സന്തോഷങ്ങൾ വരുന്നു. ഇതിപ്പോ ഏത് പ്രശ്നം ശമിച്ചത് കൊണ്ടാണ് ഈ സന്തോഷം വരുന്നത് എന്നുള്ള നമുക്കറിയോ? അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ക്ഷമ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫുള്ള് ക്ഷമിച്ചുകൊണ്ടുണ്ടാവും. പക്ഷെ അള്ളാഹു അത് അറിയിച്ചു തന്നിട്ടില്ല. അറിയിച്ചു തരാത്ത എന്തുകൊണ്ടാ? അങ്ങനെ ഇപ്പൊ നമ്മള് ജനിക്കുന്നതിന്റെ മുമ്പുള്ള കാലഘട്ടം അള്ളാഹു മറപ്പിച്ചു കളഞ്ഞ എന്തുകൊണ്ടാ? അതൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും ഒരു തിന്മ ചെയ്യോ? ഇല്ലേ? അപ്പൊ അള്ളാഹു മറപ്പിക്കുന്നതിനും അതിനൊക്കെ പിന്നിലൊരു പൊരുളുണ്ട്. അതായത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അള്ളാഹു ബുദ്ധി തന്നിട്ടുണ്ട്, അക്കല് തന്നിട്ടുണ്ട്. ആ അക്കലിനനുസരിച്ച് നല്ല രൂപത്തിൽ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നേരായ വഴി തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാ. നേരായ വഴി തെരഞ്ഞെടുക്കാനുള്ള മാർഗം അള്ളാഹു പറഞ്ഞത് തടിയിച്ചയെ പിന്തുടരാതിരുന്നാ മതി. തടിയിച്ച എന്താണോ പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ്, വിപരീതം പ്രവർത്തിക്കുക. ഇമാം കുശൈരി ഒക്കെ പറയുന്നുണ്ട് റിസാലത്തുൽ കുശൈരിയിൽ, ഒരു മനുഷ്യന്റെ എല്ലാ പതനത്തിനും എല്ലാ പരാജയത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവന്റെ നഫ്സിനെ അവൻ വഴിപ്പെടുന്നു എന്നുള്ളതാണ്. അവന്റെ എല്ലാ വിജയത്തിനും കാരണം ആ നഫ്സിനോട് എതിര് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? അത് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു, മലീമസമാക്കിയവൻ പരാജയപ്പെട്ടു. അപ്പൊ നഫ്സിന്റെ അടിസ്ഥാനത്തിലാണ് ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത്. നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും എല്ലാം, പ്രശ്നങ്ങൾ മാറില്ല എപ്പോഴാ? കാഴ്ചപ്പാട് മാറുമ്പോഴാ, അല്ലെ? കാഴ്ചപ്പാട് മാറില്ല എപ്പോഴാ? ഹൃദയം ശരിയാവുമ്പോൾ, നഫ്സ് ശരിയാവുമ്പോൾ, ശുദ്ധമായ പ്രകൃതത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ. അത് മാറണമെങ്കിലും ശുദ്ധമായ പ്രകൃതം, നഫ്സിന് ശുദ്ധമായ ഒരു പ്രകൃതം ഇല്ല. നഫ്സിന്റെ പ്രകൃതം അങ്ങനെയാണ്, ആ സ്വഭാവം അത് കാണിച്ചുകൊണ്ടിരിക്കും, അല്ലെ? അപ്പോ നഫ്സിന്റെ ആ മോശമായ പ്രകൃതം മാറുക എന്ന് പറഞ്ഞാൽ ആ നഫ്സിൽ നിന്ന് കരകയറുക എന്നുള്ളതാ. നമ്മൾ നേരത്തെ പറഞ്ഞു, നഫ്സുൽ അമ്മാറ ലവ്വാമ മുൽഹിമ മുത്തുമൈന, ഈ പറയുന്ന നഫ്സുകളിൽ നിന്ന് കരകയറിയാൽ ആ നഫ്സിന്റെ പ്രകൃതം മാറി. പിന്നെ മുത്തുമൈനത്ത് കടന്നാൽ അടുത്ത ലെവൽ ഏതാ? അള്ളാഹുവിന് പരിപൂർണമായി തൃപ്തിപ്പെടുന്ന കൽബാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മളിപ്പോ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടിട്ടില്ലേ എന്ന് നമ്മൾ കൽബിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കുമ്പോ പിന്നെ നല്ലോണം തൃപ്തിപ്പെട്ടിട്ടുണ്ട്. തൃപ്തികേട് എന്താ ഉള്ളത്? എന്താ പൊരുത്തക്കേടാ ഉള്ളത്? അള്ളാഹുവിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും കാണാൻ സാധിക്കൂല. നമുക്ക് ഒരു തൃപ്തികേടും അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മിൽ കണ്ടെത്താൻ കഴിയില്ല. എന്നാലോ നമുക്ക് വരുന്ന ചില പരീക്ഷണങ്ങളിൽ നമുക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടാൻ കഴിയുന്നുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ നമ്മിലേക്ക് വരുന്നത്. ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ പൊതുവേ ഉള്ള ഒരു സംഭവമാണ് സിഹർ, അല്ലെ? ഈ കാര്യത്തിൽ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സിഹറിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് ആ വിഷയം കൂടി ഒന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതുകൊണ്ട് പറയാണ്. ഇപ്പൊ സിഹർ, കണ്ണേർ, ശൈത്താനിയത്ത്, അത് ഇത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ അനുവാദം ഇല്ലാണ്ട് ഒരു ശൈത്താനും നിങ്ങളെ മേത്തേക്ക് അടുക്കാൻ കഴിയില്ല. ഒരാൾ സിഹർ ചെയ്താൽ അത് ഫലിക്കണമെങ്കിൽ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫലിക്കുള്ളൂ, അല്ലെ? ഒരു കണ്ണീർ അത് ഏൽക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹു തീരുമാനിക്കാത്ത ഒരു കണ്ണീറും ഏൽക്കൂല. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. അപ്പോ ഇങ്ങനെ ചിന്തിച്ചോ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ച അതേ സമയം, ആ സമയം എപ്പോഴാണോ ആ സമയത്തായിരിക്കും ഒരു സിഹറുകാരന്റെ സിഹർ ഫലിക്കുക, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റോ ഒരു ബുദ്ധിമുട്ടോ ഒരു അസുഖമോ എന്തെങ്കിലും വരുന്നത് ആ തീരുമാനിച്ച സമയത്തായിരിക്കും. എന്നാൽ അള്ളാഹു എന്തിനാണ് അത് തീരുമാനിച്ചത്? അല്ല, അതും വേണമല്ലോ നമ്മൾ ചിന്തിക്കുക. അള്ളാഹു എന്തിനാണ്? ഇപ്പൊ ഞാൻ നല്ല രൂപത്തിൽ പോകുന്നുണ്ടായിരുന്നു, അതിന്റെ ഇടയ്ക്ക് എന്റെ ബിസിനസ് എല്ലാം ഇടിഞ്ഞ് തകർന്ന് പൊളിഞ്ഞ് ഒന്നും ഇല്ലാണ്ടായി, കടം കയറി ഭയങ്കര ഇടങ്ങേറായി, ബുദ്ധിമുട്ടായി. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അള്ളാഹ്ക്ക് ഇപ്പൊ എന്ത് കിട്ടാനാ എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട്, അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചു പോകും. സത്യത്തിൽ അള്ളാഹു ഇതൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ ഇവിടുത്തെ ജീവിതം, ഇപ്പൊ അള്ളാഹു നോക്കുന്നത് എന്താ? നമുക്ക് ഏറ്റവും ബെറ്റർ എന്താണെന്നുള്ളത് നമുക്കത് അറിയില്ല. അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറ്റപ്പെടുത്തേണ്ടി വരും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, അള്ളാഹു എന്നുള്ള ആ ഒരു ശബ്ദത്തിന്റെ ഇടയിലുള്ള ആ ഒരു ചെറിയ ഒരു സൈലന്റ്, ആ സൈലന്റ് ആണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചെറിയ നിമിഷം അല്ലല്ലോ. നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞാൽ 60 കൊല്ലം 70 കൊല്ലം, ഇത്രയും കൊല്ലം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമല്ലേ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. സത്യത്തിൽ നിങ്ങൾ നോക്ക്, നമ്മള് ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ശരീരത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിൽ നിന്ന് വരുന്നത്, റൂഹ് വരുന്നത്. എന്നാൽ ഇതിലേക്ക് വരുന്നതിന്റെ മുമ്പ് നീണ്ട ഒരു കാലഘട്ടം ഉണ്ട്. അതിനെന്തെങ്കിലും കണക്കുണ്ടോ? കയ്യും കണക്കുണ്ടോ? ഇത്ര കൊല്ലം എന്നുള്ള കണക്കുണ്ടോ? ഇല്ല. ഇനി മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള കാലഘട്ടം ആലോചിച്ച് നോക്കിയേ. റൂഹ് പിന്നെയുണ്ട് എത്രയോ കാലഘട്ടങ്ങളിലേക്ക്, ഇത്ര കാലഘട്ടം എന്നില്ല, റൂഹ് പിന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഈ ശരീരത്തോടൊപ്പം നിൽക്കുന്ന ഈ ഒരു പോയിന്റ് ഒഴിച്ച് ബാക്കിയുള്ള ആ രണ്ട് ഭാഗം,
ശരീരത്തിലേക്ക് വരുന്നതിന്റെ മുമ്പുള്ള കാലം, ശരീരത്തിലേക്ക് വന്ന് മരിച്ചതിന് ശേഷമുള്ള കാലഘട്ടം, ഈ രണ്ട് കാലഘട്ടവും വെച്ച് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിയാൽ എത്ര ഉണ്ട്? ഒരു പുള്ളിക്കുത്തിന്റെ അത്രയെങ്കിലും ഉണ്ടോ? ഇല്ല, അത്രയും ഷോർട്ടാണ്. ഈ ഷോർട്ട് പീരീഡിനിടയിൽ നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്തുക. നമ്മളൊരു നുക്കത്തയാണെന്നൊക്കെ സൂഫികൾ പറയുന്ന അതാണ്. നുക്കത്ത എന്ന് പറഞ്ഞ ചെറിയൊരു പോയിന്റാണ്. ആ ചെറിയൊരു പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയണം. അള്ളാഹു അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. നമ്മളെ അതിനെ തൊട്ട് തടയും നമ്മളെ നഫ്സാണ്. നമ്മളെ നഫ്സിനെ പിന്തുടരാതിരുന്നാൽ മതി. നമ്മൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പ് അള്ളാഹുവിനെ അറിയാൻ വേണ്ടി ചെയ്തു തരുന്ന സൗകര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പ് ദീർഘമായ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി, അല്ലെ? ഈ കാലഘട്ടം അത്രയും വാഹനം, സഞ്ചരിക്കാനുള്ള വാഹനം എന്തായിരുന്നു? കുതിര, ഒട്ടകം, കഴുത. എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടായോ? ഇല്ല. ചികിത്സ എങ്ങനെയായിരുന്നു? പച്ചമരുന്നും അതും ഇതെല്ലാം വെച്ചിട്ടുള്ള ചികിത്സ, അല്ലെ? എന്തെങ്കിലും മാറ്റം ഉണ്ടോ? കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? ഒരു കത്ത് എഴുതി കൊടുത്തു വിട്ടാൽ ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കഴിയും അത് പോയിട്ട് അങ്ങോട്ട് എത്താനും, എന്നിട്ട് അതിന്റെ മറുപടി കിട്ടാനും, അല്ലെ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ശാസ്ത്രത്തിന് ഭയങ്കര കുതിപ്പുണ്ടാകുന്നു, അല്ലെ? പെട്ടെന്ന് വളരെ വേഗത്തിൽ സയൻസ് വളരുന്നു. ഖിയാമത്ത് നാൾ അടുക്കും തോറും ഇതിനേക്കാളും വേഗത്തിലാണ് ഇനി എന്ത് ചെയ്യുക, ഇത് സയൻസ് വളരാൻ പോകുന്നത്. മനുഷ്യന്റെ ആയുസ് കുറയുമ്പോൾ സയൻസിന്റെ വളർച്ച കൂടുന്നു. എന്താ മനുഷ്യന്റെ ആയുസ് കുറയുമ്പോൾ സയൻസിന്റെ വളർച്ച കൂടുന്നത്? അല്ലെങ്കിൽ സയൻസ് വളരുമ്പോൾ മനുഷ്യന്റെ ആയുസ് കുറയുകയാണോ? അല്ല. സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താ? അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. പണ്ട് കാലത്തുള്ളവർക്ക് ദീർഘായുസ് ഉണ്ടായിരുന്നു. ഒരുപാട് കൊല്ലം, 900 കൊല്ലോ അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു. അവർക്ക് ധാരാളം ടൈമുണ്ട്. ആ ടൈമിനിടയിൽ അവർക്ക് അള്ളാഹുവിനെ അറിയാൻ ഒരു സെക്കൻഡ് മതി. അത് വേറെ വിഷയം. പക്ഷെ ഇവൻ ഈ ദുന്യവിയായ ചുറ്റുപാടും അതും ഇതെല്ലാം വിട്ടിട്ട് ഈ ഒരു സെക്കൻഡിന് ഇവൻ തയ്യാറാവണ്ടേ? ഇവൻ ബില്ലിംഗ് ആയാലല്ലേ, അതിന് ഇവൻ പാകപ്പെട്ടാലല്ലേ ആ ഒരു സെക്കൻഡ് കൊണ്ട് അറിയാൻ പറ്റുള്ളൂ. ഇല്ല കലം ഹിൽ ബസർ, കണ്ണടച്ച് തുറക്കുന്ന സമയം അത്രേ ആവശ്യമുള്ളൂ. പക്ഷെ അതിനിവൻ പാകപ്പെട്ട്, ഇവനാണെങ്കിൽ ഇവന്റെ നഫ്സിനെ പിന്തുടർന്നുകൊണ്ടുള്ളത്. അന്നഫ്സു ഖത്തിഫിൽ, നഫ്സ് എന്ന് പറയുന്നത് ബുറുദയിലൊക്കെ പറയുന്നുണ്ട്, നഫ്സ് എന്ന് പറയുന്ന കുട്ടികളെ പോലെയാണ്. അതിനെ പിന്നെ നോക്കാം, പിന്നെ ശരിയാക്കാം, പിന്നെ അങ്ങനെ ആക്കാം, പിന്നെ ഇങ്ങനെ ആക്കാം എന്ന് പറഞ്ഞ് വിട്ടാല് അതിന്റെ മുലകുടിപ്രായം ഒരു കാലത്തും തീരില്ല. ഇവൻ വളർന്ന് വൃദ്ധനായാലും മുലപ്പാല് കുടിച്ചോണ്ടുണ്ടാവും, അല്ലെ? എന്നാൽ സഡൻലി സ്റ്റോപ്പ് ചെയ്താലോ, ഒരു കുട്ടിയുടെ മുല കുടിക്കുന്ന കുട്ടിയുടെ ആ മുലപ്പാല് നിർത്തുന്ന സമയത്ത് ആ ഉമ്മ കുറെ ബുദ്ധിമുട്ടും, ആ വീട്ടുകാരൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. ഈ കുട്ടി കരഞ്ഞ് കരഞ്ഞ് ഇതിനു വേണ്ടി കരഞ്ഞുകൊണ്ടുണ്ടാവും. പക്ഷെ ആ വല്ലാണ്ട് കാര്യം, നമ്മൾ കുട്ടിയല്ലേ, ഒന്ന് കൊടുത്തേക്കാന്ന് പറഞ്ഞ് കൊടുത്താലോ അടുത്ത വക്ത് വീണ്ടും കരയും. അങ്ങനെ കൊടുത്തുകൊണ്ടുണ്ടാവും. എന്ന് പറയുന്ന പോലെയാണ് നഫ്സ് എന്ന് പറയുന്നത്. ഈ നഫ്സ് എപ്പോഴും ഇതിന് തിരിച്ചറിവില്ല, നല്ലതേതാ ചീത്ത ഏതാ. അള്ളാഹുവിനെ അപേക്ഷിച്ച് അള്ളാഹുവിലേക്കുള്ള വഴിയിൽ നല്ലതേതാ ചീത്ത ഏതാ എന്നുള്ളത് ഇവന് തിരിച്ചറിവില്ല. അപ്പൊ ഈ നഫ്സ് എപ്പോഴും എന്ത് ചെയ്യും? അപ്പുറത്തെ ആള്, മറ്റേ നമ്മൾ വീടെടുക്കുന്ന സമയത്ത് അയൽവാസികളുടെ ആ ചുറ്റുപാട്ടിലുള്ള വീടുകളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കും. ഇവർക്കിടയിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ചെറിയ വീടെടുത്താൽ ശരിയാവില്ല, നല്ല ഹൈ ലെവൽ വീടെടുക്കണം. നഫ്സ് പറയും. ബാക്കിയുള്ളവരെ മുമ്പിൽ ലോകമാന്യം നടിക്കാൻ വേണ്ടിയാവും. ലോകമാന്യം എന്ന് പറയുന്നത് ഷിർക്കാണ്, ഷിർക്കുൻ ഖഫി, അല്ലെ? അതേപോലെ മറ്റേ വീട് എടുക്കുന്ന സമയത്ത് നമ്മൾ സാമ്പത്തിക സ്ഥിതി എത്രയാണ് അതെല്ലാം നമ്മൾ നോക്കുക, അല്ലെ? മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഫളീഹത്താവരുത്. നമ്മളെ സ്റ്റാറ്റസും സ്റ്റാൻഡേർഡും ഇതൊക്കെ നോക്കിയിട്ട് വലിയ വലിയ വീട് വെക്കണം, മറ്റുള്ളവരെക്കാളും ഫ്രണ്ട്സിനെക്കാളും ബാക്കിയുള്ളവരെക്കാളും നല്ല അടിപൊളി, അവരുടെ മുമ്പിൽ ഒരു സ്ഥാനമാനം കിട്ടുന്ന പോലത്തെ നല്ല വാഹനം വേണം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ നോക്കിയിട്ട് നമ്മൾ പലപ്പോഴും തീരുമാനം എടുക്കുക. അതായത് നമ്മൾ സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരുത്തൻ തീരുമാനിക്കണം, നമ്മൾ ദുഃഖിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരുത്തൻ. നമ്മുടെ സന്തോഷത്തിന്റെ ദുഃഖത്തിന്റെ ഒക്കെ താക്കോൽ വേറൊരുത്തന്റെ കയ്യിലാണുള്ളത്. ഇത് കാരണം എന്താ? നമ്മളെ നഫ്സിനെയാണ് നമ്മൾ അനുസരിക്കുന്നത്. നഫ്സ് പോകുന്നിടത്തു കൂടെ നമ്മൾ പോവുകയാണ്. നഫ്സിനാണെങ്കിൽ ചെറിയ കുട്ടിക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയില്ല. ചെറിയ കുട്ടീനെ ഇങ്ങനെ വെറുതെ വിട്ടാല്, ഇഴയുന്ന കുട്ടീനെ വിട്ടാൽ ഓന് ഇഴഞ്ഞുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും കുഴിയിൽ പോയിട്ട് വീഴും. എന്ന് പറയുന്ന പോലെ നമ്മളെ നഫ്സിനെ നമ്മൾ പിന്തുടർന്നാൽ ഈ ആട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, ഹൈ 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 എന്ന് പറഞ്ഞ് മീനിനെ ആട്ടിക്കൊണ്ട് പോയിട്ട് ആ വലയിലേക്ക് കൊണ്ടുപോയി കയറ്റി കൊടുക്കും, ഇബിലീസിന്റെ വലയിലേക്ക്. മനസ്സിലാ? അപ്പൊ ഇബിലീസ്, ദുനിയാവ്, ഹവ, ഹൽക്ക്, അതായത് തടിയിച്ച ഇബിലീസ്, ദുനിയാവ്, സൃഷ്ടികൾ, ഇതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തേക്ക് സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ ആ സുറാത്തുൽ മുസ്തഖീമിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണ്. ഹൃദയം ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ, ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ, ഒരു പരിപാടിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, ഒരാവശ്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ കൽബിലേക്ക് നമ്മൾ നോക്കണം. ഈ കാര്യം കൊണ്ട് അള്ളാഹുവിന്റെ വിഷയത്തിൽ എനിക്ക് എന്ത് ഗുണം,
എന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവോ? ഞാനൊരു യാത്ര ചെയ്യാൻ പോകുന്നു, ഈ യാത്ര എന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവോ? അടുപ്പിക്കില്ല. എങ്കിൽ ആ പരിപാടി എന്ത് ചെയ്യരുത്. നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന യാത്ര എന്ന് പറഞ്ഞാൽ വെറും സിയാറത്ത് യാത്രയല്ല. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഭക്ഷണം നൽകാൻ വേണ്ടി, കുടുംബത്തിന് ചെലവ് നൽകാൻ വേണ്ടിയാണ് നിങ്ങൾ ഇറങ്ങുന്നത്. ജോലിക്ക് ഇറങ്ങാണ്, അല്ലെങ്കിൽ ആ ജോലിയുടെ ഭാഗമായിട്ട് ഇറങ്ങുകയാണ്. അവിടെയൊക്കെ അള്ളാഹു നോക്കുന്ന നിങ്ങളെ നീയത്ത് എന്താണെന്നുള്ളതാണ്. നിങ്ങൾ കുടുംബത്തെ നോക്കുന്നത്, നിങ്ങൾ സ്വതക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇവിടെ നിങ്ങളെ നീയത്ത് എന്താണ്, നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല. പ്രവർത്തിക്കേണ്ടത് എന്താണെന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, അത് വേറെ വിഷയം. ആ പ്രവർത്തികൾ ചെയ്യുമ്പോൾ തന്നെ എന്ത് നീയത്തോടു കൂടി ചെയ്യുന്നു. ഇപ്പൊ ഹജ്ജിന് പോകുമ്പോൾ അവന്റെ നീയത്ത് അവിടുന്ന് സ്വർണം വാങ്ങിക്കലാണ്, വില കുറച്ച് സ്വർണം കിട്ടും, അല്ലെങ്കിൽ അവിടുന്ന് മറ്റേ സ്വതക്ക വാങ്ങിക്കലാണ്. ഇങ്ങനെയൊക്കെ ഉദ്ദേശം വെച്ച് പോയാൽ, അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കലാണ്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് സെൽഫി എടുത്ത് വീഡിയോ എടുത്തിട്ട് ഞാനും ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നാട്ടുകാരെ അറിയിക്കലാണെന്നുണ്ടെങ്കിൽ പ്രവൃത്തി നല്ലതാണ്, നീയത്തോ മോശമായിപ്പോയി, അല്ലെ? അപ്പോ എന്ന് പറയുന്ന പോലെ അള്ളാഹു നോക്ക് നമ്മളെ നീയത്തിലേക്കാണ്. ആ നീയത്ത് ശുദ്ധമാകണം. നീയത്ത് ശുദ്ധമാകണമെങ്കിൽ എന്ത് വേണം? നമുക്കിപ്പോ ഓരോ കാര്യത്തിനും ഇതിനിപ്പോ എങ്ങനെ നീയത്താക്കുക, ഇതിനിപ്പോ എങ്ങനെ കരുതുക, ഇത് ശരിയാവണമെങ്കിൽ എന്താ ചെയ്യുക എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ മനസ്സിനെ അലട്ടിക്കൊണ്ടുണ്ടാവും. അത് ശരിയാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നീയത്ത് എവിടെന്നാ ഉത്ഭവിക്കുന്നത്? നീയത്ത് നീയത്ത് എവിടെ നീയത്ത് ഉണ്ടാവുന്നത്? കൽബിൽ, അല്ലെ? കൽബില്. ഈ കൽബിലുള്ള നീയത്ത് ശരിയാവണമെങ്കിൽ എന്ത് ശരിയാവണം? വെറുതെ നമ്മളിങ്ങനെ നീയത്ത് ശരിയാക്കിയാൽ ശരിയാവുമോ? ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ നമ്മൾ നിസ്കരിക്കാൻ നീയത്ത് വെക്കുന്നു, അല്ലെ? സുബഹി നിസ്കാരം 2 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അള്ളാഹു താലാക്ക് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നീയത്ത് വെക്കുമ്പോ, നീയത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു വെച്ചു, അത് നമ്മളിങ്ങനെ പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ മനസ്സിന്റെ ഉദ്ദേശം അത് തന്നെ ആവോ? പലപ്പോഴും ഇപ്പൊ എങ്ങനെ ഞാൻ പള്ളിയിൽ കയറി നിസ്കരിച്ചില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്നെ കുറിച്ച്? ഇങ്ങനെയൊക്കെയുള്ള ആവശ്യമില്ലാത്ത സാധനം കൂടി ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും, കയറി വരും. അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ്, അള്ളാഹു താലാക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കൈ കെട്ടിക്കഴിഞ്ഞാല് ഈ മനസ്സിന്റെ അകത്ത് വരുന്നത് മൊത്തവും അള്ളാഹു അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിവാദത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? കൽപ്പിച്ചിട്ടുണ്ടോ? കഴിയുന്ന പോലെ ചെയ്യണം. എന്നാൽ കാലാകാലം അങ്ങനെ ചെയ്താൽ മതിയോ? ഇതിനെ ഡെവലപ്പ് ചെയ്യണ്ടേ, നന്നാക്കണ്ടേ, മേക്കപ്പ് ചെയ്യണ്ടേ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിന് ശ്രമിക്കാൻ തുടങ്ങുന്നത് എങ്ങനെ? തുടക്കം നഫ്സിനെതിരായിക്കൊണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, തുടങ്ങേണ്ടത്. നഫ്സിന്റെ ഇച്ഛയ്ക്ക് എതിരാവുക. അങ്ങനെ നഫ്സിന്റെ ഇച്ഛയ്ക്ക് എതിരായി വരുമ്പോൾ അതിനെ പരിശീലിപ്പിച്ച് അപ്പൊ നഫ്സ് നല്ല നല്ല രൂപത്തിലേക്ക് എന്ത് ചെയ്യും? നല്ലതും കൊണ്ട് നമ്മളെ ചതിക്കാനും പറ്റും ഈ നഫ്സിന്. അതുകൊണ്ട് തന്നെയാണ് ഈ നഫ്സിനെ ശുദ്ധീകരിക്കാൻ അതിന്റെ അഹിലുകാരെ നമ്മൾ തേടി പിടിക്കണം എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും നമ്മളെ കണ്ണിൽ കാണുന്ന കള്ളന്മാരാണ്. ഒറിജിനൽ ആൾക്കാരെ നമ്മൾക്ക് കാണുന്നില്ല. പ്രശ്നം എന്താ? ഇതിന്റെ ഉള്ളിലുള്ള നഫ്സ് പറയണം അങ്ങോട്ട് പോകണ്ട. കാരണം ഇവനറിയാം അങ്ങോട്ട് പോയാൽ ഇവന്റെ ഉദ്ദേശം പിന്നെ നടക്കൂലെന്ന്. അപ്പൊ നഫ്സ് ഇവൻ എന്ത് ചെയ്യും? പിന്തിരിപ്പിക്കും. അപ്പൊ നമ്മൾ നഫ്സിനനുസരിച്ച് ആ ശരിയാണ്, ആ കള്ളന്മാരാണ്, ശരി അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ നഫ്സിന്റെ വഴിക്ക് എന്ത് ചെയ്യും? പോകും. അപ്പോൾ ഈ വിഷയം നല്ല ജാഗ്രതയോടുകൂടി മനസ്സിലാക്കുക. ഇൻഷാ അള്ളാ നഫ്സുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ, ആത്മാവിന്റെ യാത്രയും നഫ്സിന്റെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ഇൻഷാ അള്ളാ സംസാരിച്ചു കൊണ്ടുപോകുന്നത്. അള്ളാഹു കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.